ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് ചാള എടുത്ത് വറുത്താൽ ചാള വറുക്കുകയും ചാള കറി വെക്കുകയും ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ചെടുത്ത് എനിക്ക് തോന്നുന്നത് ഒരു 10 എണ്ണം ഉണ്ട് ചാള വറുത്തത്. അതിന് നമുക്കൊരു കൂട്ട്, ഏത് മീൻ വറക്കുന്നതിന് ഈ കൂട്ടാണ്. അതുകൊണ്ട് എത്ര വെച്ച് കെട്ടാലും നല്ല ഈ അരപ്പുണ്ടെങ്കിൽ നല്ലതായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഉപ്പ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചിട്ട് ഇതിനകത്ത് പരട്ടി ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ എടുത്ത് പരട്ടി ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉപ്പേരിയും പിടിച്ചിരിക്കും. നമുക്ക് ചെയ്യാം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഈ അരപ്പെല്ലാം അരച്ച് ചതച്ചെടുത്തിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ഇത് പരട്ടി വെച്ച്. ഈ വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുന്നത് ബൈൻഡിങ് ഏജന്റായിട്ട് ഈ അരപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. വേണമെങ്കിൽ ഈ നാരങ്ങ നീരോട് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർക്കാം, നല്ല മണം വരും. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് പരട്ടി വെച്ചിട്ട് നമുക്കൊരു 15 നമ്മൾ അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് വറുത്താലും മതി. ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ച് അരപ്പ് നന്നായിട്ട് പിടിക്കും. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മത്തി നേരത്തെ മസാല പരട്ടി വെച്ചായിരുന്നല്ലോ. അപ്പോൾ ഈ പാന് അതിപ്പോൾ എനിക്കൊരു അരമണിക്കൂറായി. 10 മിനിറ്റ് വരെയൊക്കെ വയ്ക്കാം കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാം. അപ്പം പാൻ അടുപ്പ് വെച്ചു, എണ്ണ ഒഴിച്ചു, കറിവേപ്പിലയും ഒരു പച്ചമുളക്. ഭയങ്കര ടേസ്റ്റായി കറിവേപ്പിലയും പച്ചമുളക് മൂപ്പിച്ചിട്ട് ഏത് മീൻ വറുത്താലും അടുക്കി പിടിക്കത്തുമില്ല, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് വേണ്ടതോടെ ഇത് പറക്കി മസാല എല്ലാം നല്ലതുപോലെ അതിനകത്ത് പിടിച്ച് കിടന്ന് മുരിയട്ടെ. നമ്മളെ മീനെല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് എടുത്തുള്ളൂ നല്ലൊരു മുരിയ. ഇത് ഇച്ചിലൂടെ ക്രിസ്മസ് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇടാം. ഇവിടെ ഇതാണ് ഇഷ്ടം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്, നമുക്ക് സെർവ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മത്തി അല്ലെങ്കിൽ ചാള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു സവാളയും ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് നാരങ്ങാനീരും ഉപ്പും ഒഴിച്ച് വെക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഈ കോമ്പിനേഷൻ നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ, എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു.